വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ പോസ്റ്റിലോട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പുതിയ സിലബസ് വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ സിലബസിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ആ സിലബസിലുള്ള മാറ്റങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ കുറിച്ചും മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിനെ കുറിച്ചും നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അതിൽ ആ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 14 ചാപ്റ്ററുകളിൽ ഒരു ചാപ്റ്ററിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവറിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ഫുള്ളി പുതിയ സിലബസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അതേപോലെ തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ സമയത്തും മെന്റർഷിപ്പ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും, ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് സിലബസ് ബേസ് ആയിട്ട് നിങ്ങൾ ശരിക്കും പഠിക്കുക. അപ്പോൾ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഏതാനും കുറച്ച് ഭാഗങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നത് 14 ചാപ്റ്ററോളം വരുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ്. അതിൽ സിലബസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ ഏതൊക്കെ സെക്ഷൻസ് അല്ലെങ്കിൽ ഏതെല്ലാം ഏരിയ ആണ് പഠിക്കേണ്ടത് എന്നുള്ള സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ് അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ്. പ്രിലിമിനറിയിൽ കുറച്ച് ടോപ്പിക്സ്, കുറച്ച് ഏരിയകൾ പറയുന്നുണ്ട് ഓരോരോ കാര്യമായിട്ട്. അപ്പോൾ ആ ചാപ്റ്ററിലെ ടോപ്പിക്സിലെ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണെന്നുള്ളത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവറിന് മാത്രമല്ല മറ്റു ഡ്രൈവർ എക്സാമുകൾക്കൊക്കെ ഒരു വാഹനത്തിൻ്റെ റിലേറ്റ് ചെയ്ത് ഡ്രൈവിംഗ് ആയി വരുന്ന എല്ലാ എക്സാമുകൾക്കും ഈ പ്രിലിമിനറി സെക്ഷൻസിൽ നിന്ന് ഓരോരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കാണാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് അഡാപ്റ്റഡ് വെഹിക്കിൾ എന്നെന്താണ്. അഡാപ്റ്റഡ് വെഹിക്കിൾ ഇത് ഒരു ആൽഫബറ്റിക് ഓർഡറിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അഡാപ്റ്റഡ് വെഹിക്കിൾ എന്താണെന്നുള്ളത് നോക്കാം. അഡാപ്റ്റഡ് വെഹിക്കിൾ മീൻസ് എ മോട്ടോർ വെഹിക്കിൾ എയ്തർ specially designed and constructed or to which alterations have been made under subsection 2 of section 52 for the use of person suffering from any physical defect or disability and used solely by for its such persons. എന്താണ് അഡാപ്റ്റഡ് വെഹിക്കിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഡാപ്റ്റഡ് വെഹിക്കിൾ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ പറയാൻ കഴിയണം. ഇതിൽ അഡാപ്റ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു മോട്ടോർ വെഹിക്കിൾ ആണ് അല്ലേ. ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു മോട്ടോർ വെഹിക്കിൾ ആണ് അഡാപ്റ്റഡ്. അത് എന്തിന്റെ ബേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 52. സെക്ഷൻ 52 മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 52ലെ സബ്സെക്ഷൻ 2നെ ബേസ് ചെയ്തിട്ട് ആ വാഹനത്തിൽ ചില ആൾട്രേഷൻസ് നടത്തിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത വാഹനത്തെയാണ് നമ്മൾ അഡാപ്റ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ട് എന്നുള്ള കൂടി പറയുന്നുണ്ട്. പേഴ്സൺ സഫറിങ് ഫ്രം എനി ഫിസിക്കൽ ഡിഫക്റ്റ് ഓർ ഡിസേബിലിറ്റി. ഡിസേബിലിറ്റി ഫീൽ ചെയ്യുന്ന, ഡിസേബിലിറ്റി ഉള്ള എന്തെങ്കിലും പേഴ്സൺസിന് എന്തെങ്കിലും ഫിസിക്കൽ ഡിഫക്റ്റ് അനുഭവപ്പെടുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത്, അത് എന്തിനെ ബേസ് ചെയ്തിട്ട് സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 52. സെക്ഷൻ 52ലെ സബ്സെക്ഷൻ 2നെ ബേസ് ചെയ്തിട്ട് വാഹനങ്ങളിൽ ആൾട്രേഷൻ നടത്തിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു മോട്ടോർ വെഹിക്കിളിന് പറയുന്ന പേരാണ് അഡാപ്റ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അഡാപ്റ്റഡ് വെഹിക്കിൾ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ നമുക്ക് പറയുന്നത്. ദെൻ അടുത്ത എന്താന്ന് നോക്കാം, അഗ്രിഗേറ്റർ. അടുത്തത് അഗ്രിഗേറ്റർ ആണ് പറയുന്നത്. അഗ്രിഗേറ്റർ മീൻസ് എ ഡിജിറ്റൽ ഇന്റർമീഡിയറി ഓർ മാർക്കറ്റ് പ്ലേസ് ഫോർ എ പാസഞ്ചർ ടു കണക്ട് വിത്ത് എ ഡ്രൈവർ ഓർ ഫോർ ദി പർപ്പസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. എന്താണ് അഗ്രിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്? സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു അഗ്രിഗേറ്റർ എന്ന് സിമ്പിളി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. നമ്മൾ വാഹനം നമുക്കറിയാൻ പറ്റും, നമ്മൾ ഉപയോഗിക്കുന്ന ഊബർ എന്ന് പറയുന്ന ആപ്പ് അല്ലെങ്കിൽ ഓല എന്ന് പറയുന്ന ആപ്പ്, ഇങ്ങനെ ഊബർ ഓല അങ്ങനെയുള്ള ആപ്പുകളെ, അങ്ങനത്തെ ആപ്പുകളിലെ ആ ഒരു ടൈപ്സിനെ പറയുന്ന പേരാണ് അഗ്രിഗേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം. വിച്ച് മീൻസ് ഡിജിറ്റൽ ഇന്റർമീഡിയറി ഓർ മാർക്കറ്റ് പ്ലേസ് ഫോർ എ പാസഞ്ചർ ടു കണക്ട് വിത്ത് എ ഡ്രൈവർ. ഫോർ എ പാസഞ്ചർ ടു കണക്ട് വിത്ത് എ ഡ്രൈവർ. ഒരു പാസഞ്ചറിന് ഒരു ഡ്രൈവറെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പാസഞ്ചറിന് ഡ്രൈവറെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
നിർമ്മിക്കുന്ന എന്തെങ്കിലും ഒരു ഡിജിറ്റൽ ഫെസിലിറ്റി, ഒരു ആപ്ലിക്കേഷൻ പോലെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പോലെ നമ്മൾ നിർമ്മിക്കുന്ന എന്തെങ്കിലും ഒരു ഡിജിറ്റൽ ഫെസിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രിഗേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അഗ്രിഗേറ്റർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഡ്രൈവറിനെയും പാസഞ്ചറിനെയും, ഒരു പാസഞ്ചറിന് ഒരു ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടി ഒരു ഡ്രൈവറെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിജിറ്റൽ സർവീസ്, ആ ഡിജിറ്റൽ സർവീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രിഗേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത എന്താ നോക്കാം, ഏരിയ. അത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഡെഫിനിഷൻസിൽ പറയുന്ന അടുത്തൊരു ടേം എന്ന് പറയുന്നത് ഏരിയ ആണ്. എന്താണ് ഏരിയ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻ റിലേഷൻ ടു എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് മീൻസ് such area as the state government may having regard to the requirements of that provision specified by notification in the official gazette. ഈ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രൊവിഷൻ പ്രകാരം ഉള്ള ഒരു ടേമിനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ. നമുക്ക് ഈ ഏരിയ എന്നുള്ള സംഭവം നമുക്ക് ആവശ്യം വരുന്നത് വാഹനത്തിന്റെ ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് അടക്കുന്ന വാഹനങ്ങൾക്ക് ഫ്ലോർ ഏരിയനെ ബേസ് ചെയ്തിട്ട് ടാക്സുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ ഏരിയ വെച്ചിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ടൂറിസ്റ്റ് വെഹിക്കിൾസ്, കോൺട്രാക്ട് കാരേജ് വെഹിക്കിൾസ്, സ്റ്റേജ് കാരേജ് വെഹിക്കിൾസിലൊക്കെ നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നത് ആ വാഹനത്തിന്റെ കാരവൻ അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ ആ വാഹനത്തിന്റെ ഒരു ഏരിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ഒരു ടേമാണ് നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്ത് നോക്കാം, ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ മീൻസ് എ മോട്ടോർ വെഹിക്കിൾ ടു വിച്ച് എ സെമി ട്രെയിലർ ഈസ് അറ്റാച്ച്ഡ്. ഒരു സെമി ട്രെയിലർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മോട്ടോർ വെഹിക്കിളിനെ പറയുന്ന പേരാണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ മീൻസ് എ മോട്ടോർ വെഹിക്കിൾ ടു വിച്ച് എ സെമി ട്രെയിലർ അറ്റാച്ച്ഡ്. നമ്മളെല്ലാവരും റോഡിൽ കാണുന്നതാണല്ലേ, ട്രെയിലറും സെമി ട്രെയിലറൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള വെഹിക്കിൾ ഉണ്ടാവും. അപ്പോൾ സെമി ട്രെയിലർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിളിനെ പറയുന്ന പേരാണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത് നോക്കാം, ആക്സിൽ വെയിറ്റ്. ആക്സിൽ വെയിറ്റ് നമ്മളൊരു ടെക്നിക്കൽ ടേം തന്നെയാണ് ആക്സിൽ വെയിറ്റ് എന്ന് പറയുന്നത്. ആക്സിൽ വെയിറ്റ് മീൻസ് ഇൻ റിലേഷൻ ടു ആൻ ആക്സിൽ ഓഫ് എ വെഹിക്കിൾ ദ ടോട്ടൽ വെയിറ്റ് ട്രാൻസ്മിറ്റഡ് ബൈ ദി സെവറൽ വീൽസ് അറ്റാച്ച്ഡ് ടു ദി ആക്സിൽ ടു ദി സർഫസ് ഓൺ വിച്ച് ദ വെഹിക്കിൾ റെസ്റ്റ്. ആക്സിൽ വെയിറ്റ് എന്താണ്, ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആക്സിൽ വെയിറ്റ് അത് ഓരോ വീലിലാണോ, എല്ലാ വീലിലെയും ആണോ, വാഹനം റെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനിലാണോ, വാഹനം മൂവ് ചെയ്യുന്ന കണ്ടീഷനിലാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ആക്സിൽ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ആക്സിൽ വെയിറ്റ് പറഞ്ഞത്, ഇൻ റിലേഷൻ ടു ആൻ ആക്സിൽ ഓഫ് എ വെഹിക്കിൾ ദ ടോട്ടൽ വെയിറ്റ് ട്രാൻസ്മിറ്റഡ്, ദ ടോട്ടൽ വെഹിക്കിൾ ട്രാൻസ്മിറ്റഡ് ബൈ സെവറൽ വീൽസ് അറ്റാച്ച്ഡ് ടു ദി ആക്സിൽ ഓർ ടു ദി സർഫസ് വെച്ച് ദ വെഹിക്കിൾ റെസ്റ്റ്. ഒരു വാഹനം റെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ആ വാഹനത്തിന്റെ ടോട്ടൽ വെയിറ്റ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീൽസിലൂടെയും താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ആ ആക്ട് ചെയ്യുന്നത് അതായത് റോഡ് സർഫസിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ റോഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിൽ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ നിന്ന് ചോദിച്ചത് അങ്ങനെ തന്നെ ആയിരുന്നു ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് വെഹിക്കിൾ റെസ്റ്റിലാണ് എന്നുള്ളത് പറയണം, വെഹിക്കിൾ മൂവിങ് കണ്ടീഷനിലാണോ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഇവർ സ്റ്റേറ്റ്മെന്റ് തരുന്ന സമയത്ത് തെറ്റിച്ച് തരാം. അല്ലെങ്കിൽ ഒരു സിംഗിൾ വീലില് അല്ലെങ്കിൽ റിയർ ആക്സിൽ മാത്രം എന്നുള്ള രീതിയിലൊക്കെ പറയും. ഇതിൽ അതല്ല പറഞ്ഞിട്ടുള്ളത്, ട്രാൻസ്മിറ്റഡ് ബൈ സെവറൽ വീൽസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് ആക്സിൽ ഓൺ ദി സർഫസ് ഓഫ് ദി റോഡ് ആണ് ഉദ്ദേശിക്കുന്നത്, ഓൺ ദി റോഡ് സർഫസ്. അത് എല്ലാ ആക്സിലും എല്ലാ വീലിലും വാഹനത്തിന്റെ ടോട്ടൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നതിനാണ് പറയുന്നത് കേട്ടോ, ആക്സിൽ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത് നോക്കാം, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടേം തന്നെയാണ് അല്ലേ, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ മീൻസ് ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ കോമ്പിറ്റന്റ് അതോറിറ്റി ടു ദി എഫക്ട് ദാറ്റ് എ മോട്ടോർ വെഹിക്കിൾ ഹാസ് ബീൻ ഡ്യൂലി രജിസ്റ്റേർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ചാപ്റ്റർ 4. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി നോക്കാം. ചാപ്റ്റർ 4 പറയുന്നുണ്ട് അല്ലേ, മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ചാപ്റ്റർ 4. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ചാപ്റ്റർ 4 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ചാപ്റ്റർ 4 പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്, RC എന്ന് പറയുന്നുണ്ട് അല്ലേ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ RC എന്ന് പറയുന്നത് എന്താണ്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ കോമ്പിറ്റന്റ് അതോറിറ്റി ടു ദി എഫക്ട് ദാറ്റ് എ മോട്ടോർ വെഹിക്കിൾ ഹാസ് ഡ്യൂലി രജിസ്റ്റേർഡ്. അതാണ് ഒരു കോമ്പിറ്റന്റ് അതോറിറ്റി തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ്, ആ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന സംഭവം, വാഹനം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്
അതായത് അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ട് ചാപ്റ്റർ 4 പ്രൊവിഷൻസ് പ്രകാരം ആ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ പറയുന്നത് നമുക്ക് തരുന്ന ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് കമ്മ്യൂണിറ്റി സർവീസ്. കമ്മ്യൂണിറ്റി സർവീസ് മീൻസ് ആൻ അൺപെയ്ഡ് വർക്ക് which a person is required to perform as a punishable for an offence committed by this act. ആക്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 കുറിച്ച് അതിനാണ് നമ്മൾ ഈ ആക്ട് എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത്. എവിടെ നമ്മൾ ആക്ട് എന്ന് കണ്ടാലും അതാണ് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി സർവീസ് എന്താ പറയുന്നത്, ഇറ്റ് മീൻസ് ആൻ അൺപെയ്ഡ് വർക്ക് അല്ലേ, അൺപെയ്ഡ് വർക്ക്. എല്ലാവർക്കും പെട്ടെന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അൺപെയ്ഡ് വർക്ക് which a person is required to perform a punishment for an offence committed by this act. ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം. കണ്ടക്ടർ. നെക്സ്റ്റ് പറയുന്നത് കണ്ടക്ടർ ആണ്. നമുക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാം തന്നെ കേട്ടോ. എന്നാലും നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇൻ റിലേഷൻ ടു എ സ്റ്റേജ് കാരിയേജ് മീൻസ് എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ കളക്ടിങ് ഫെയർസ് ഫ്രം പാസഞ്ചേഴ്സ്, റെഗുലേറ്റിംഗ് their entrance into or exit from the stage carriage and performing such other functions may be prescribed. ആരാണ് ഒരു കണ്ടക്ടർ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കണ്ടക്ടർ എന്ന് പറയുന്നത് റിലേഷൻ വിത്ത് സ്റ്റേജ് കാരിയേജിലായിരിക്കും കണ്ടക്ടർ ഉണ്ടായിരിക്കും അല്ലേ. സ്റ്റേജ് കാരിയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ സ്റ്റേജിന് ചാർജ് ഈടാക്കിയിട്ട് സർവീസ് നടത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേജ് കാരിയേജ് എന്ന് പറയുന്നത്. ഒരു പേഴ്സൺ എൻഗേജ്ഡ് വിത്ത് കളക്ടിങ് ഫെയർസ് from passengers and regulating their entrance into or exit to the stage carriage. അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് അതിനുള്ള ഫെയർ പിരിച്ചെടുക്കുന്നതും അതേപോലെ തന്നെ നമ്മളുടെ വാഹനത്തിലോട്ട് ആളുകളുടെ എൻട്രൻസും എക്സിറ്റും നിയന്ത്രിക്കുന്ന ആരാണ്, അയാളെ പറയുന്ന പേരാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. ആൻഡ് പെർഫോമിംഗ് സച്ച് എ ഫംഗ്ഷൻസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നുണ്ട്. കണ്ടക്ടറിന് കുറച്ചുകൂടി ഫംഗ്ഷൻസും കാര്യങ്ങളുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ ആ കാര്യം കൂടി എന്ത് ചെയ്യണം, കണ്ടക്ടർ നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ്, വാഹനത്തിലുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്തതെന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ലൈസൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും കയറിയിട്ട് കണ്ടക്ടർ ആകാൻ പറ്റില്ല. കണ്ടക്ടർ ലൈസൻസ് എടുത്തിരിക്കണം. ആസ് പെർ റൂൾ പ്രകാരം കണ്ടക്ടർ ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കും അങ്ങനെ ഒരു ചാർജ് നിർവഹിക്കാൻ ഉള്ള അവസരം. അപ്പോൾ കണ്ടക്ടർ ലൈസൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻസ് ദ ലൈസൻസ് ഇഷ്യൂഡ് ബൈ കോമ്പിറ്റന്റ് അതോറിറ്റി അണ്ടർ ചാപ്റ്റർ 3 ഓതറൈസിംഗ് ദ പേഴ്സൺ സ്പെസിഫൈഡ് ദെയർ ഇൻ ടു ആക്ട് ആസ് എ കണ്ടക്ടർ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഒരു ചാപ്റ്ററിന്റെ പേരും കൂടി എക്സ്ട്രാ നമ്മൾ കേട്ടു അല്ലേ, ചാപ്റ്റർ 3 എന്താണ് അപ്പോൾ പറയുന്നത്, ചാപ്റ്റർ 3 എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ലൈസൻസുമായി ബന്ധപ്പെട്ട കേട്ടോ. അങ്ങനത്തെ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാപ്റ്റർ 3 പറയുന്നത്. ഓരോ ചാപ്റ്റർ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടക്ടേഴ്സ് ലൈസൻസ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടക്ടർക്ക് ഈ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ ആവശ്യമായ ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ആര്, അതായത് കോമ്പറ്റീറ്റീവ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെയാണ് കണ്ടക്ടേഴ്സ് ലൈസൻസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കോൺട്രാക്ട് കാരിയേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കോൺട്രാക്ട് കാരിയേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിൽ കുറച്ച് സബ്സെക്ഷൻസ് പോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മീൻസ് എ മോട്ടോർ വെഹിക്കിൾ വിച്ച് ക്യാരീസ് എ പാസഞ്ചർ ഓർ പാസഞ്ചേഴ്സ് ഫോർ ഹയർ ഓർ റിവാർഡ് ആൻഡ് ഈസ് എൻഗേജ്ഡ് അണ്ടർ എ കോൺട്രാക്ട് വെദർ എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് ഫോർ ദ യൂസ് ഓഫ് സച്ച് വെഹിക്കിൾസ് ആസ് എ വോൾ for the carriage of passengers mentioned therein and entered into the person with a holder of a permit in relation to such vehicle or any person authorized by him in the behalf on a fixed or agreed rate of sum. എന്താണ് കോൺട്രാക്ട് കാരേജ് എന്നാണ്. വലിയ സെന്റൻസ് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേമാണ്. അതായത് ഒരു പാസഞ്ചറോ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പാസഞ്ചേഴ്സിനെ ഹയർ ഓർ റിവാർഡ് പ്രകാരം, അതായത് ഒരു എമൗണ്ട് മേടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഹയർ ചെയ്തിട്ട് ഒരു പ്ലേസിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പാസഞ്ചേഴ്സിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു പ്ലേസിലോട്ട് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാഹനം ഉപയോഗിക്കുന്നതിനുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ആ വാഹനങ്ങൾക്ക് പറയുന്ന ഒരു ഇതാണ് കോൺട്രാക്ട് കാരേജ് എന്ന് പറയുന്നത് അല്ലേ. അവർക്ക് കൊടുക്കുന്ന ഒരു ഇഷ്യൂ ചെയ്യുന്ന ഒരു അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാക്ട് കാരേജ് എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പേഴ്സൺ ഹോൾഡർ പെർമിറ്റ് റിലേഷൻസ് വെച്ച് വെഹിക്കിൾ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. ഇനി അതിൻ്റെ റേറ്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചുമാണ് അടുത്തൊരു ABC എന്ന് പറയുന്നത്. ഓൺ ദി ടൈം ബേസിസ് വെദർ ഓർ നോട്ട് വിത്ത് റെഫറൻസ് എനി റൂട്ട് ഓർ ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ ഫ്രം വൺ പോയിന്റ് ടു അനദർ ആൻഡ് ഇൻ എയ്തർ കേസ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ഓർ പിക്കിംഗ് അപ്പ് ഓർ സെറ്റ് ഡൗൺ പാസഞ്ചേഴ്സ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദി കോൺട്രാക്ട് എനിവെയർ ഡ്യൂറിംഗ് ദി ജേണി. അതിൽ സിമ്പിളായിട്ട് പറയുന്നത് തന്നെയാണ്. അതായത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ടാണ് ഒരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ടായിരിക്കുക, ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക്. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകളെ കയറ്റാനോ ഇറക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാൻ പാടില്ല, സെറ്റ് ഡൗൺ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ കോൺട്രാക്റ്റിൽ പറയുന്നതിൻ്റെ ആ ജേണിയുടെ ഇടയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അതെന്തായി, സ്റ്റേജ് ഗാരേജ് ആയി മാറി അല്ലേ. അതായത് ഓരോ സ്റ്റേജിനും ഓരോ ഡിഫറെൻറ്റ് ഫെയർ മേടിച്ചിട്ട് കൊണ്ടുപോകുന്ന സ്റ്റേജ് ഗാരേജ് ആയി. കോൺട്രാക്ട് ഗാരേജ് എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ടു അനദർ ഡെസ്റ്റിനേഷൻ, ആ കറക്റ്റ് ആ പ്രോപ്പർ ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിൽ മാക്സി ക്യാബ്, മോട്ടോർ ക്യാബ് എന്നൊക്കെ പറയുന്നുണ്ട്. മാക്സി ക്യാബ്, മോട്ടോർ ക്യാബൊക്കെ നമ്മൾ പഠിക്കും. ഓരോ വാഹനത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ പഠിക്കാനുള്ളതാണ്. ദെൻ അടുത്തത് നോക്കാം. അടുത്തത് ഡീലറാണ്. ഡീലർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, അതിനെ ഒമിറ്റ് ചെയ്ത് കളഞ്ഞു. 2019 അമെൻമെന്റ് പ്രകാരം ആ സെക്ഷന് ഒമിറ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് ക്രോസ് കാണിച്ചിട്ടുള്ളത്. ഡീലർ ഇൻക്ലൂഡ്സ് എ പേഴ്സൺ ഹു എൻഗേജ്ഡ്. ആരാണ് ഒരു ഡീലർ എന്ന് പറയുന്നുണ്ട്? ഇൻ എ ബിൽഡിംഗ് ബോഡീസ് ഫോർ അറ്റാച്ച്മെന്റ് ടു ദി ചേസിസ് ഫോർ, ഒരു ബോഡി ബിൽഡിംഗ് ആളായിരിക്കാം. ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് ചേസിസിലേക്ക് ഒരു ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഡീലർ എന്ന് പറയാം. ഇൻ ദ റിപ്പയർ ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, ഒരു വാഹനത്തിന്റെ മോട്ടോർ വെഹിക്കിൾസ് റിപ്പയർ ചെയ്യുന്ന ഒരു ടീമിനെ പറയാം. ഓർ ഇൻ എ ബിസിനസ് ഓഫ് ഹൈപ്പോത്തിക്കേഷൻ, ലീസിംഗ് ആൻഡ് ഹയർ പർച്ചേസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ. ഹൈപ്പോത്തിക്കേഷനോ അല്ലെങ്കിൽ വാഹനം ലീസിന് കൊടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു ഹയർ പർപ്പസ് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളെയോ അങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഡീലർ എന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു റിപ്പയറിങ്ങിന്റെ മാത്രമായിരുന്നു ഒരു സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് എടുത്തു കളഞ്ഞു. ഒരു കോടതിയിൽ പോയിട്ട് ഒരു വിധി വന്നതുകൊണ്ട് തിരിച്ചെടുത്ത് കളഞ്ഞതാണിത്. ദെൻ നെക്സ്റ്റ് എടുത്ത് നോക്കാം, ഡ്രൈവർ. ആരാണ് ഒരു ഡ്രൈവർ അല്ലെങ്കിൽ എന്താണ് ഒരു ഡ്രൈവർ നോക്കാം. ഡ്രൈവർ ഇൻക്ലൂഡ്സ് ഇൻ എ റിലേഷൻ ടു എ മോട്ടോർ വെഹിക്കിൾ വിച്ച് ഈസ് ഡ്രോൺ ബൈ അനദർ മോട്ടോർ വെഹിക്കിൾ ദ പേഴ്സൺ ഹു ആക്ട് ആസ് എ സ്റ്റീർസ്മാൻ ഓഫ് ദി ഡ്രോൺ വെഹിക്കിൾ. ഒരു വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ ആ വാഹനത്തിന് സ്റ്റീർ ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്നത് ആരാണോ അയാളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, ഡ്രൈവർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഡ്രൈവർ റിഫ്രഷ്മെന്റ് ട്രെയിനിങ് കോഴ്സ്. ഇത് 9A എന്ന് പറയുന്നത് പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു സെക്ഷനാണ്. അതുകൊണ്ടാണ് 9A എന്ന് പറഞ്ഞത്. ഡ്രൈവർ റിഫ്രഷ്മെന്റ് ട്രെയിനിങ് കോഴ്സ്. എന്താണ് ഡ്രൈവർ റിഫ്രഷ്മെന്റ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത്? മീൻസ് ദ കോഴ്സ് ഈസ് റെഫേർഡ് ടു ഇൻ ദി സബ്സെക്ഷൻ 2A ഓഫ് സെക്ഷൻ 19. സെക്ഷൻ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 19 2A എന്ന് പറഞ്ഞ സബ്സെക്ഷനിൽ പറയുന്ന ഒരു ഡ്രൈവർ റിഫ്രഷ്മെന്റ് കോഴ്സ് ഉണ്ട്. ആ ഒരു കോഴ്സ് ഉണ്ട്, ഡ്രൈവേഴ്സ് നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട കാര്യം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രൈവർ റിഫ്രഷ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. അടുത്ത ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പറയുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളായിരിക്കും. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളായിരിക്കും ഈ എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ. ഡ്രൈവിംഗ് ലൈസൻസ് മീൻസ് ദ ലൈസൻസ് ഇഷ്യൂഡ് ബൈ എ കോമ്പിറ്റന്റ് അതോറിറ്റി അണ്ടർ ചാപ്റ്റർ 2 authorizing the person specified therein to drive otherwise than a learner a motor vehicle or a motor vehicle of any specified class or description. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോമ്പിറ്റന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു ലൈസൻസ് ആണ്. അണ്ടർ ചാപ്റ്റർ 2 നമുക്ക് പഠിക്കാനുണ്ട്. ലൈസൻസിനെ കുറിച്ചാണ്. ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ 2 പ്രകാരം, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ചാപ്റ്റർ 2 പ്രകാരം ഒരു കോമ്പിറ്റന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു ലൈസൻസ് ഉള്ള ഒരു ലൈസൻസിന് ആണ് നമ്മൾ എന്ത് പറയുന്നത്, വാഹനം ഓടിക്കാൻ ആവശ്യമായ ഇതിനാണ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത്. അതർവൈസ് ദാൻ എ ലേണർ എന്ന് പറയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം, നമുക്ക് ആദ്യം കിട്ടുന്ന ലേണേഴ്സ് ലൈസൻസ് ആയിരിക്കും. ലേണേഴ്സ് ലൈസൻസ് കിട്ടിയിട്ടാണ് പിന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡ്രൈവിംഗിന്റെ ലൈസൻസ് കിട്ടുന്നത്. ദെൻ നമുക്ക് അടുത്ത് നോക്കാം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്. ഇത് ഷോർട്ട് ഫോം ആയിട്ട് ചോദിക്കാറുണ്ടെങ്കിൽ EIB എന്നാണ് കാണിക്കാറ് കേട്ടോ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്. എന്താണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്? മീൻസ് ആൻ ഓംനി ബസ് വിച്ച് ഈസ് ഓൺഡ് ബൈ എ കോളേജ്, സ്കൂൾ ഓർ അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് യൂസ്ഡ് സോൾലി ഫോർ ദി പർപ്പസ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡൻസ് ഓർ സ്റ്റാഫ് ഓഫ് ദി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കണക്ഷൻ വിത്ത് എനി ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്.
അതായത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്കൂൾ ബസ് എന്ന് പറയുന്ന അതേ സംഭവം തന്നെ ഒരു ഓംനി ബസ് മീൻസ് ആൻ ഓംനി ബസ്. ഓംനി ബസ് എന്താണെന്നുള്ളത് നമ്മൾ വീണ്ടും പിന്നെ പറയുന്നുണ്ട്. ഓംനി ബസ് വിച്ച് ഈസ് ഓൺഡ് ബൈ എ കോളേജ്, ഒരു കോളേജോ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്കൂളോ ഓൺ ചെയ്യുന്ന ഒരു ഓംനി ബസ്, ഒരു ബസ്. ആ ബസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? ഫോർ ദി പർപ്പസ്, ഈ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പർപ്പസ് ഫോർ ട്രാൻസ്പോർട്ടിങ് സ്റ്റുഡൻസ് ഓർ സ്റ്റാഫ്, അല്ലേ? സ്റ്റുഡൻസിനെയോ സ്റ്റാഫിനെയോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ ഇറ്റ്സ് അതർ ആക്ടിവിറ്റീസ് എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് കോളേജിന്റെ സ്കൂളിന്റെയോ അല്ലെങ്കിൽ അത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മറ്റ് ആക്ടിവിറ്റിക്ക്, ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫിനെയും കുട്ടികളും കൊണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്കൂൾ ബസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ഉപയോഗിക്കാം. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്തെന്ന് പറയുന്നത് ഫെയർ ആണ്. ഫെയർ നമുക്കറിയാം ഇൻക്ലൂഡ്സ് സംസ് പേബിൾ ഫോർ ദി സീസൺ ടിക്കറ്റ് ഓർ ഇൻ റെസ്പെക്ട് ടു ദി ഹയർ ഓഫ് എ കോൺട്രാക്ട് ഗാരേജ്, അല്ലേ? കോൺട്രാക്ട് ഗാരേജിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് ഗാരേജിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്, അല്ലെങ്കിൽ സ്റ്റേജ് ഗാരേജ് ആണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ആ ഒരു ഏരിയക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെയർ എന്ന് പറയുന്നത്, ഫെയർസ് എന്ന് പറയുന്നത്. ഫെയർസിൽ തന്നെ കുറേ ടൈപ്പ് ഓഫ് ഫെയർസ് ഉണ്ട്, നമുക്കത് പഠിക്കാം. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഗോൾഡൻ അവർ. ഇത് പുതുതായിട്ട് വന്ന ഒരു സംഭവമാണ്. എപ്പോഴും എല്ലാ സമയത്തും ഡ്രൈവിംഗ് എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ അവറിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാത്ത ഒരു ഡ്രൈവിംഗ് എക്സാം വളരെ കുറവായിരിക്കും തന്നെ വേണമെങ്കിൽ പറയാം. എന്താണ് ഗോൾഡൻ അവർ എന്ന് നോക്കാം. മീൻസ് ദ ടൈം പീരിയഡ് ലാസ്റ്റിംഗ് 1 hour following a traumatic injury during which there is highest likelihood for preventing death by providing prompt medical care. നമ്മൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ 1 hour, അല്ലേ? ആദ്യത്തെ 1 hour ആണ്. ആ 1 hourനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അത് ഹയസ്റ്റ് ലൈക്ക്ഹുഡ് ഓഫ് പ്രിവെന്റിങ് ഡെത്ത്, അല്ലേ? ഹയസ്റ്റ് ലൈക്ക്ഹുഡ് ഓഫ് പ്രിവെന്റിങ് ഡെത്ത്. നമുക്ക് വലിയൊരു അപകടം ഒഴിവാക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്കൊരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് പോലുള്ള ആദ്യത്തെ 1 മണിക്കൂറിലാണ്. ആ 1 മണിക്കൂറിന് പറയുന്ന പേരാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത്. ആ ടൈം പീരീഡിനെ പറയുന്ന പേരാണ് ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കാം ഗുഡ്സ്. എന്താണ് ഗുഡ്സ്? നമുക്കറിയാം ഗുഡ്സ് വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഗുഡ്സ്? ഗുഡ്സ് എന്താണെന്ന് ചോദിക്കുന്നത് കേട്ടോ. ഗുഡ്സ് ഇൻക്ലൂഡ്സ് ലൈവ് സ്റ്റോക്ക് ഓർ എനിത്തിങ് other than equipment ordinarily used within the vehicle carried by a vehicle except living persons, but does not include luggage or personal effects carried in the motor car or in a trailer attached to a motor car or the personal luggage of passengers traveling in the vehicle. എന്താണ് ഗുഡ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് പെടില്ല? ലിവിങ് പേഴ്സൺസ് വരില്ല, അല്ലേ? സാധാരണ നമ്മളെ പോലുള്ള ആളുകളെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗുഡ്സ് എന്ന് പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അവരുടെ ലഗേജസ്, അല്ലേ? ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ലഗേജസ് ഓർ പേഴ്സണൽ എഫക്ട്സ് ക്യാരിഡ് ബൈ എ മോട്ടോർ വെഹിക്കിൾ. അതായത് ഈ ഒരു ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എന്ത് ചെയ്യില്ല, അവരുടെ ലഗേജുകൾ കാര്യങ്ങളൊന്നും ഗുഡ്സിന്റെ ഇതിൽ പെടുത്തില്ല. അതല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു ട്രെയിലറിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കാം, ഗുഡ്സ് വെഹിക്കിളിലായിരിക്കാം. ആ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്യുപ്മെന്റ്സിനാണ് നമ്മൾ പറയുന്നത് ഗുഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഗുഡ്സ് കാരേജ്. എന്താണ് ഗുഡ്സ് കാരേജ് എന്ന്? നമ്മൾ സ്റ്റേജ് കാരേജ് പഠിച്ചു, അതേപോലെ തന്നെ കോൺട്രാക്ട് കാരേജ് പഠിച്ചു. നെക്സ്റ്റ് ഗുഡ്സ് കാരേജ് ആണ്. ഗുഡ്സ് കാരേജ് മീൻസ് എനി മോട്ടോർ വെഹിക്കിൾ കൺസ്ട്രക്റ്റഡ് ഓർ അഡാപ്റ്റഡ് ഫോർ ദി യൂസ് സോൾലി ഫോർ ദി കാരേജ് ഓഫ് ഗുഡ്സ് ഓർ എനി മോട്ടോർ വെഹിക്കിൾ നോട്ട് സോ കൺസ്ട്രക്റ്റഡ് ഓർ അഡാപ്റ്റഡ് വെൻ യൂസ്ഡ് ഫോർ ദി കാരേജ് ഓഫ് ഗുഡ്സ്. അതായത് നമുക്കറിയാൻ പറ്റും എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്പെഷ്യലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വെഹിക്കിൾ ആണ്, അല്ലേ? മോട്ടോർ വെഹിക്കിൾ കൺസ്ട്രക്റ്റഡ് ഓർ അഡാപ്റ്റഡ് ഫോർ യൂസ്. എന്താണ്? ഫോർ കാരേജ് ഓഫ് ഗുഡ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന വാഹനങ്ങളിലെ ആ ഒരു കാറ്റഗറൈസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഗുഡ്സ് കാരേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഡ്രൈവറിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്ന കാര്യം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവറിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. പുതിയ സിലബസ് പ്രകാരം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കോഴ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫുള്ളി റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മോക്ക് ടെസ്റ്റ് കാര്യങ്ങളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നമ്മൾ എല്ലാ സമയത്തും തരുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും അവൈലബിൾ ആണ്.
അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള മറ്റ് വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. താങ്ക്